കായംകുളത്തെ മുൻ എം.എൽ.എയും നഗരസഭാ ചെയർമാനും ബാർ അസോസിയേഷൻ പ്രസിഡന്റും ഓച്ചിറ ക്ഷേത്രഭരണസമിതി പ്രസിഡന്റുമായിരുന്ന അഡ്വക്കേറ്റ് എം.ആർ. ഗോപാലകൃഷ്ണന്റെ 15ാമത് അനുസ്മരണ സമ്മേളനം നടത്തി. മുൻ കൃഷിമന്ത്രി മുല്ലക്കര രത്നാകരൻ അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. കായംകുളത്തെ മുൻ എം.എൽ.എയും മുൻ നഗരസഭാ ചെയർമാനും ബാർ അസോസിയേഷൻ മുൻ പ്രസിഡന്റും ഓച്ചിറ ക്ഷേത്ര ഭരണസമിതി മുൻ പ്രസിഡന്റുമായിരുന്ന അഡ്വക്കേറ്റ് എം.ആർ. ഗോപാലകൃഷ്ണന്റെ 15ാമത് അനുസ്മരണ സമ്മേളനം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇടതുപക്ഷത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ കായംകുളം KPAC മുൻ കൃഷിമന്ത്രി മുല്ലക്കര രത്നാകരൻ അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. ഒരു നിശബ്ദമായത് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം വന്നു എന്ന് തോന്നാതെ ഉണ്ടാകുന്നൊരു മാറ്റമാണ്. അത്തരം മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന മനുഷ്യരെയാണ് സാധാരണഗതിയിൽ വലിയ മനുഷ്യരെന്നും നല്ല മനുഷ്യരെന്നും സമൂഹത്തെ സ്വാധീനിച്ച മനുഷ്യരെന്നും ഒക്കെ പറയുന്നു. അത്തരം ഒരാളായിരുന്നു ഈ മുനിസിപ്പൽ ചെയർമാനും ഞങ്ങളുടെ MLA ഈ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹിയും മറ്റു പൊതുപ്രവർത്തനത്തിലും സാംസ്കാരിക പ്രവർത്തനത്തിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലും ആകെ മൊത്തം നിറഞ്ഞു നിന്ന മനുഷ്യസ്നേഹിയായ ഒരാൾ. ഇവിടെ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന്, ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഇടതുപക്ഷത്തിന്റെ പ്രസക്തിയെക്കുറിച്ചാണ്. തീർച്ചയായിട്ടും ഈ ഇടതുപക്ഷം എന്ന് പറയുന്ന വാക്ക് മാനവ ചരിത്രത്തിന്റെ യാത്രയിലുണ്ടായ മനോഹരമായ ഒരു വാക്കാണ്. എല്ലാ വാക്കുകൾക്കും ഒരു മനോഹാരിതയും സൗന്ദര്യവും അർത്ഥവും ഒക്കെ ഉണ്ട്. പക്ഷെ ഇടതുപക്ഷം എന്ന വാക്കിന് ലോക ചരിത്രത്തിൽ വളരെ വലിയൊരു അർത്ഥതലമുണ്ട്. ആ വാക്ക് ജനിച്ചത് സത്യത്തിൽ ഫ്രാൻസിൽ ഈ പരിവർത്തനം കാക്ഷിച്ച മനുഷ്യൻ കെട്ടിയ തൊട്ടിലിൽ പിറന്നൊരു ശിശുവാണ് ആ വാക്ക്. അവിടെയാണ് ആ വാക്ക് ഉണ്ടാവുന്നത്. ആ വാക്കിനകത്തൊരു സമരം, അതായത് എല്ലാ വാക്കിലും സമരം ഉണ്ടാവണമെന്നില്ല, എല്ലാ മനുഷ്യരിലും മനുഷ്യനുണ്ടാവണമെന്നില്ല, എല്ലാ മൃഗത്തിലും മൃഗം ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഒരു വാക്കിനകത്ത് ഒരു സമരം നിക്ഷേപിച്ച് മനുഷ്യന്റെ സത്യത്തിൽ ഫ്രാൻസ് കൈമാറിയ ഒരു വാക്കാണ് ഇടതുപക്ഷം. ഭൂരിപക്ഷം തീരുമാനിക്കുന്നതല്ല ജനാധിപത്യമെന്നും മറിച്ച് ഭൂരിപക്ഷം പറയുന്നതിനെ എതിർത്തവരെ പോലും കൂടെ നിർത്തുന്നതാണ് ജനാധിപത്യത്തിന്റെ അന്തസത്തയെന്നും മുല്ലക്കര രത്നാകരൻ പറഞ്ഞു. അഡ്വക്കേറ്റ് പ്രതിഭ MLA അധ്യക്ഷതയായി. അനുസ്മരണ സമ്മേളനത്തിൽ SNDP യോഗം മുൻ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K. ഗോപിനാഥൻ, കേരള സർവകലാശാല മുൻ സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് KH. ബാബുജാൻ, MRG ഫൗണ്ടേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് D. സുധാകരൻ, ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് N. സുകുമാരപിള്ള, KPAC സെക്രട്ടറി അഡ്വക്കേറ്റ് A. ഷാജഹാൻ, BJP സംസ്ഥാന സമിതി അംഗം പാലമുറ്റത്ത് വിജയകുമാർ, ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PJ അൻസാരി, സോഷ്യൽ ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് O. ഹാരിസ്, MRG ഫൗണ്ടേഷൻ സെക്രട്ടറി MG ജയകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. രാവിലെ MRG സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും MRG സ്മാരകത്തിൽ അനുസ്മരണവും നടന്നു. CDNet ന്യൂസ്, കായംകുളം.